Good morning, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good morning, Miss. കേൾക്കുന്നുണ്ട്. Good morning, Miss. Morning. Good morning, Lipti. Morning. Good morning, Ma. Good morning. Yes, good morning to all. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇതിന്റെ പ്രോഗ്രസ് നോക്കാൻ വേണ്ടിയാണ് ഈ പഠിച്ച ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിഫറൻസസ് പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളോടൊന്ന് ഫിൽ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അത് നോക്കിയാൽ മാത്രം മതി. ഏതൊക്കെയാണെന്ന് അറിയാലോ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് ഇത് തന്നെ കേട്ടോ. പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ലേണിംഗ് ആൻഡ് പെർസെപ്ഷൻ ആണ് സൈക്കോളജിക്കൽ ഡിഫറൻസസ്. ഫിസിക്കൽ ഡിഫറൻസിൽ ബോഡി ഷേപ്പ്, ഹൈറ്റ്, വെയിറ്റ് ആൻഡ് കംപ്ലീഷൻ അപ്പിയറൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരെയുള്ള കാര്യങ്ങൾ നോക്കി. ഇനി വരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. വ്യക്തിത്വ വികസനത്തെ കുറിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. The personality development of an individual start at birth and persist throughout. Three major type of factors play key roles in personality formation. They are determinants, stages and traits. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വികസനം എന്ന് പറയുന്നത് ജനന സമയം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലേക്കാണ്. അത് ജനന സമയത്ത് ആരംഭിച്ച് പിന്നീട് അങ്ങോട്ടാണ് ഒരു വ്യക്തി വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഓരോ സ്റ്റേജസ് കഴിയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ച് നമ്മളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അല്ലെ? അതായത് നല്ലൊരു പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനം പ്രതി, അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് നമ്മളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനം ആരംഭിക്കുന്നത് എപ്പോ മുതലാണ്? ജനന സമയം മുതൽ ആരംഭിച്ചിട്ട് അത് ഉടനീളം നിലനിൽക്കുകയാണ്, അല്ലെ? ഉടനീളം ത്രൂ ഔട്ട് ആയിട്ട് ലൈഫിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, three major type of factors play key roles in personality formation. They are determinants, stages and traits. ഇനി ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് ചില ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്, അതായത് വ്യക്തിത്വ രൂപീകരണത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഫാക്ടേഴ്സ്, മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. നോക്കാം, ഇതൊക്കെയാണ്. They are determinants, stages and traits.
ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ, ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളാണ് എന്താ? നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ അഥവാ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേജസ് ആൻഡ് ട്രെയ്റ്റ്സ്, വിവിധ ഘട്ടങ്ങളും സവിശേഷതകളും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ്, ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് മേജർ ആയിട്ടും ഒരാളുടെ വ്യക്തിയുടെ ആ പേഴ്സണാലിറ്റി ഫോർമേഷനെ, ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്ന മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാനാണ്. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമുക്ക് ഡിറ്റർമിനൻസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? Determinants. The most widely studied determinants of personality are biological, social and culture, hereditary and characteristics, and social conduct, body shapes and height, and social conduct, family and friends, and cultural conduct, religions and values in which people grow up, interact to shape personality. ഒരു വ്യക്തി വളർന്നു വരുന്ന സമയത്ത് ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട നിർണായക ഘടകങ്ങളെയാണ് നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ആ നിർണായക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, സോഷ്യൽ ആൻഡ് കൾച്ചർ, ഹെറിഡിറ്ററി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ജൈവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ വരുന്നുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, സാംസ്കാരിക ഘടകങ്ങളുണ്ട്, ജനിതക ശാസ്ത്രവുമായും ബന്ധപ്പെട്ട ഘടകങ്ങൾ വരെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഒരാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലെങ്കിൽ ജനിതക സവിശേഷതകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാളുടെ പേഴ്സണെ, അയാളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്നത്? ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ്, ജനിതക സവിശേഷതകൾ ഏതൊക്കെയാണ്? ബോഡി ഷേപ്സ് ആൻഡ് ഹൈറ്റ്സ്, അല്ലെ? നമുക്ക് നമ്മളുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ നമ്മളുടെ ആ ഒരു ജനിതകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അവരുടെ നോസ് അല്ലെങ്കിൽ ബോഡി ഷേപ്സ്, ഹെയർ, ഇതൊക്കെ നമുക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്, അല്ലെ? ഒരാളുടെ വളർച്ചയും വികാസത്തിനും സ്വാധീനിക്കുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? സോഷ്യലായിട്ട് നമ്മൾ ഒരാളുടെ പേഴ്സണെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണ്, അല്ലെ? അവരായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു സാംസ്കാരികമായിട്ടുള്ള നിലയിൽ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? റിലീജിയൻ ആൻഡ് വാല്യൂസ്, അല്ലെ? മതവും അതുപോലെ തന്നെ പല മൂല്യങ്ങളും. In which people grow up, interact to shape personality. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ ചുറ്റിപ്പെട്ടി കിടക്കുന്നത്. അതായത് ജനിതകമായിട്ടുള്ള സവിശേഷതകള്, സാമൂഹ്യമായിട്ടുള്ള സവിശേഷതകള്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഈ മൂന്ന് കാര്യങ്ങളും ചുറ്റിപ്പറ്റിയാണ് ഒരു വ്യക്തി വളർന്നു വരുന്നത്, അല്ലെ? നമുക്ക് പാരമ്പര്യമായിട്ട് കുറെ കാര്യങ്ങൾ കിട്ടും, സോഷ്യൽ ആയിട്ട് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ എന്താണ് പല വാല്യൂസ്, റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ്, പല കാര്യങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ പലതിനോടും പല മനോഭാവങ്ങളും നമുക്ക് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്, അല്ലെ? ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞൊക്കെയാണ് നമ്മള് ഒരു വ്യക്തിയുടെ ഒരു വികാസത്തിന് ഒരു പ്രധാന ഫാക്ടർ ആയിട്ടെന്ന് പറയാൻ സാധിക്കുന്നത്. As people grow into the adult phase, their personality become very clearly defined and generally stable. ഇനി പറയുന്നത് എന്താണ്? നമ്മൾ മുതിർന്നു വരുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോ ഒരു വയസ്സിൽ നിന്ന് ഇപ്പൊ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് എത്തുന്നത് വരെ നമ്മളുടെ ഓരോ ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ആളുകൾ മുതിർന്നവരായി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്തായി മാറും? സ്റ്റേബിൾ ആയി മാറും, അല്ലെ? അതായത് ആളുകൾ മുതിർന്നു വരുന്നവരായി മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ വ്യക്തിത്വങ്ങളിൽ സ്ഥിരത കൈവരിക്കും, അല്ലെ? നമ്മൾക്ക് ആദ്യം ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ആണോ കുറച്ചുകൂടി മെച്യൂർഡ് ആയി കഴിയുമ്പോൾ? അല്ല, അല്ലെ? നമ്മള് എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ്ഡ് ആവും. അത് തന്നെയാണ് മെച്യൂരിറ്റി എത്താന്ന് പറയുന്നത്, പക്വത പ്രാപിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജനനം മുതൽ വളർന്നു വരുന്ന ഒരു പ്രക്രിയയിലാണ് ഇത് സംഭവിക്കുന്നത്. ഉടനീളമുള്ള ഒരു പ്രക്രിയയിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നതിൽ അതിനെ സഹായിക്കുന്ന നിർണായക ഘടകങ്ങളാണ് ഇവയെല്ലാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സുകൾ, കൾച്ചറൽ കോണ്ടെക്സ്റ്റുകൾ. ഓക്കെ, മനസ്സിലായോ ഡിറ്റർമിനൻസ് എന്താണെന്ന്? ഓക്കെ,
നെക്സ്റ്റ് വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്താ സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ്. സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ് ഇതിനെ കുറിച്ചിട്ട് വിശകലനം തന്നിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് ആയ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തിയറീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ അദ്ദേഹം പറയുന്നുണ്ട്. Sigmund Freud saw human personality development as progressing through 4 stages. അദ്ദേഹം കണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തിയറിയില് പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന പേര് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഒരു പേഴ്സണൽ വ്യക്തിത്വ രൂപീകരണത്തിന് 4 സ്റ്റേജസുകൾ ഉണ്ടെന്നാണ്. ഏതൊക്കെയാണ്? ഡിപ്പെൻഡന്റ് സ്റ്റേജ്, കമ്പൽസീവ്, ഒഡീപ്പൽ ആൻഡ് മെച്യൂർ. നാല് സ്റ്റേജ് നോക്കൂ. ഡിപ്പെൻഡ്, കമ്പൽസീവ്, ഒഡീപ്പൽ ആൻഡ് മെച്യൂർ. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡന്റ് ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓരോ വ്യക്തിത്വങ്ങളെയും കുറിച്ചിട്ടാണ്. ഇതിൽ എല്ലാവർക്കും ഉള്ള സ്വഭാവങ്ങൾ തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട്. പലതിലും പല വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വ്യത്യസ്തതയാണ് ഇവിടെ ഓരോ സ്റ്റേജിലും കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിലേറ്റിംഗ് ടു അതേഴ്സ് അല്ലെങ്കിൽ എന്താണ് നീഡിങ് സംവൺ ടു സപ്പോർട്ട്. നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അല്ലെ? ചിലരുടെ സ്വഭാവം അങ്ങനെയുണ്ട്. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം ആൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാറ്റഗറി ആരാണ്? ഡിപ്പെൻഡന്റ് സ്റ്റേജ് ആണ്. അതൊരു വ്യക്തിത്വ വികാസത്തിൽ പലതിലും ഉണ്ടാവും. പക്ഷെ കുറച്ചാളത് നിലനിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നമ്മൾ മുതിരുന്നതിനനുസരിച്ച് അതിൽ നിന്ന് മാറും. പക്ഷെ ചിലരെന്താണ് കണ്ടിന്യൂ ചെയ്യും. ചൈൽഡ്ഹുഡ് തുടങ്ങി നമുക്ക് അത് ഉണ്ടായിരിക്കും. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ എഴുതുന്നതിനും വായിക്കുന്നതിനും എന്ത് കാര്യം ചെയ്ത് മറ്റുള്ള ആശ്രയിക്കേണ്ടി വരും. അതാണ് ഡിപ്പെൻഡന്റ് എന്നൊരു സ്റ്റേജ്. കമ്പൽസീവ് എന്ന് പറയുന്നത് എന്താണ്? കമ്പൽസീവ് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ നിർബന്ധിതം എന്നല്ല ഇവിടെ വരുന്നത്. നമ്മള് റിപ്പിറ്റേറ്റീവ് ആക്ഷൻസ് ഉണ്ടാവും. അതായത് റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് സെറ്റ്. അതായത് നമ്മുടെ ഒരു ബിഹേവിയർ കണ്ടിന്യൂസ് മാറാതെ തന്നെ കാണിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അതായത് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മള് ഒരു നിരന്തരമായിട്ട് ഒരേ ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും വരാതെ അവർക്ക് എപ്പോഴും എന്താണ് എപ്പോഴും ടെൻഷൻ ആയിരിക്കും, എപ്പോഴും സ്ട്രെസ് ആയിരിക്കും, എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും. അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കോൺസ്റ്റന്റ് ബിഹേവിയർ ആണത് അല്ലെ? ശരിയാണ്. റിപ്പിറ്റേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയും. ആ സ്റ്റേജ് ആണ് എന്ത്? കമ്പൽസീവ് സ്റ്റേജ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ്. ഇനി ഒഡീപ്പൽ ആൻഡ് മെച്യൂർ. ഒഡീപ്പൽ ആൻഡ് മെച്യൂർ എന്താണ്? അതൊരു ഒഡീപ്പൽ എന്ന് പറയുന്നത് ഒരു 3 to 6 years ആ കാലഘട്ടത്തിൽ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് ഒഡീപ്പസ് കോംപ്ലക്സ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മള് ശരിക്കും പറയുന്നത് ഒരു സൈക്കോ സെക്ഷൽ തിയറി എന്നാണ് ഈ ഒഡീപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഒഡീപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു തരം അഫെക്ഷൻ ആണ്. സൈക്കോളജിക്കൽ സെക്ഷൽ അഫെക്ഷൻ, സെക്ഷൽ കോൺഷ്യസ് അഫെക്ഷൻ ആണ്. അതായത് പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഒരു റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് ഒഡീപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇലക്ട്ര കോംപ്ലക്സ് ഉണ്ട്. മകന് അമ്മയോട് തോന്നുന്ന അട്രാക്ഷൻ, മകന് അമ്മയോട് തോന്നുന്ന അട്രാക്ഷൻ ആണ് എന്താ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില പെൺകുട്ടികൾക്ക് അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കുള്ളൂ. അതായത് 3 to 6 ഏജ് ആ കാറ്റഗറി നോക്കണം കേട്ടോ. ആ ഒരു സമയത്ത് കാലഘട്ടമാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേജ് വളരെ അപകടമാണ്. കാരണം ചില കുട്ടികളില് ഈ ഒരു ടെൻഡൻസി ആ ഒരു 6 വയസ്സ് വരെ നിലനിൽക്കുമെങ്കിലും ചിലവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയുള്ളവരാണ് മറ്റ് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് റിലേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോ നിരന്തരം നടക്കുന്ന ന്യൂസിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അച്ഛനും മകളുമായിട്ട് വരുന്ന ഒരുപാട് ന്യൂസസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ തിയറി ബേസ്ഡ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെ നമുക്കൊരു പേഴ്സണാലിറ്റി നമുക്കുണ്ട്. അൺകോൺഷ്യസ് സെക്സ് റിയാക്ഷൻസ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലവരിൽ അത് മാറിപ്പോക്കോളും, ചിലവരിൽ എന്താണ് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ഓക്കെ. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ആവുന്നത്. ഒഡീപ്പൽ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് അൺകോൺഷ്യസ് ഡിസയേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ ചൈൽഡ്ഹുഡ്. അത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ അഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു മറ്റൊരു ജെൻഡറിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെന്റ്, ഇത് മാത്രമാണ് എന്താ ഒഡീപ്പൽ എന്ന് പറയുന്നത്. മെച്യൂർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെച്യൂർ നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസ് ആണ് മെച്യൂർ എന്ന് പറയുന്നത്. ഇമോഷണൽ റെഗുലേഷൻസ് എന്താണ്?
ഇമോഷൻ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി എത്രത്തോളം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഇമോഷൻസ് ആണ് ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നത്, ഏതൊക്കെ ഇമോഷൻസ് ആണ്, ഇതൊക്കെയാണ്. നമുക്ക് ഹാപ്പിനെസ്സും സങ്കടങ്ങളും മാത്രമാണോ ഉള്ളത്? അല്ല, ഹാപ്പിനെസ് ഉണ്ട്, സാഡ് ഉണ്ട്, പിന്നെന്ത്, ഡിപ്രഷൻ ഉണ്ട്, ലവ് ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്, ഡിഗ്രഷൻ ഉണ്ട്, അഗ്രഷൻ ഉണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, ഫാന്റസി, ഡേ ഡ്രീമിങ്, ഇങ്ങനെ 12 ടെൻഡൻസീസ് നമുക്കുണ്ട്. അല്ലെങ്കിൽ 12, അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇൻഫാക്ച്വേഷൻ. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ വലിയൊരു തിയറിയാണ് അത്. അതിൽ നമുക്ക് 12 മെക്കാനിസം ഉണ്ട്. നമ്മുടെ മനസ്സിനെ പ്രതിരോധിക്കുന്ന മെക്കാനിസംസ് ആണ് അതൊക്കെ. ഇപ്പോ ഒരു മെക്കാനിസത്തിന്റെ ഒരു എക്സാമ്പിൾ ഡിസ്ട്രോയ് ചെയ്യാം. നിങ്ങളെ ഒരു ഗ്ലാസ് പാല് നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാല് നിങ്ങൾ ഒരു ടേബിളിൽ വെച്ചു. ഓക്കെ, നിങ്ങളല്ല വെച്ചത്, അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിയാതെ പെട്ടെന്ന് ടേബിളിന്റെ അടുത്തേക്ക് പോയിട്ടാണ് നിങ്ങളുടെ കൈ തട്ടി പാല് വീണ് ഗ്ലാസ് വീണ് താഴെ പൊട്ടി. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഗ്ലാസ് വെച്ചത് ആരാണ്? നിങ്ങളാണ് അല്ലെ? പക്ഷെ നിങ്ങൾ ആരോടാണ് പ്രതികരിക്കുന്നത്? അമ്മ എന്തിനാണ് ഇവിടെ ഗ്ലാസ് വെച്ചത് അല്ലെ? ഫസ്റ്റ് നിങ്ങൾ ചോദിക്കൂലേ, അമ്മ എന്തിനാണ് ഇവിടെ ഗ്ലാസ് വെച്ചത്? അമ്മ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് പൊട്ടിപ്പോയത്. അതെന്താണ്? ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. നമ്മൾ ചെയ്ത തെറ്റ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം. ഇത് മനസ്സിന്റെ ഒരു തന്ത്രമാണ്. നമ്മൾ ഡിഫെൻഡ് ചെയ്യാണ്. നമ്മൾ ചെയ്ത തെറ്റ് ഒരിക്കലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. മറ്റൊരാളിലേക്ക് ധരിപ്പിക്കുന്നതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് 12 മെക്കാനിസംസ് വേറെ ഉണ്ട്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ നമ്മുടെ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് ഡേ ഡ്രീമിംഗ് മെക്കാനിസം ആണ്. മനസ്സിന്റെ, അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന്, ഇപ്പോ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ട് നമ്മൾ മറ്റൊരിടത്തേക്ക് പോകാറുണ്ട് അല്ലെ? നമുക്ക് ഇഷ്ടമല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് റീഡയറക്ട് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ഇമാജിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാന്റസി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറഞ്ഞപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. മെച്യൂർ എന്ന് പറയുന്ന ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി എന്തായിരിക്കും? മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി തികച്ചും പൂർണ്ണ പക്വത പ്രാപിച്ച ഒരാളുടെ അയാൾ എങ്ങനെയുള്ളതായിരിക്കും? സെൽഫ് അവയർനെസ് ഉള്ള ആളായിരിക്കും അല്ലെ? സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും, എംപത്തറ്റിക് ആയിരിക്കും അല്ലെ? ഒരു എങ്ങനെയുള്ള ആളാണ്? മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ഉള്ള ആളായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധമുള്ളവനും എംപത്തറ്റിക്കുമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളായിരിക്കും എന്ത്? ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവരെ വളരെ റെയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ഹ്യൂമൻ പേഴ്സണാലിറ്റി തിയറിക്ക് 4 സ്റ്റേജ് ഉണ്ട്. അതിൽ 4 സ്റ്റേജിൽ ഏതൊക്കെയാണ്? ഡിപ്പെൻഡന്റ്, കമ്പൽസീവ്, ഡീപ്പൽ ആൻഡ് മെച്യൂർ സ്റ്റേജ്. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. കമ്പൽസീവ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റിംഗ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഡീപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺകോൺഷ്യസ് ഡിസൈർ ആയിരിക്കും, ഒരു സെക്ഷൽ അറ്റാച്ച്മെന്റ് ആണ് അത്. ദെൻ മെച്യൂർ എന്ന് പറയുന്നത് എന്താണ്? മെച്യൂർ സ്റ്റേജ് ഇമോഷൻ റെഗുലേഷൻസ് മാറി മറിയുന്ന ഒരു സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് പൂർണ്ണമായി എത്തുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? മെച്യൂർ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 4 സ്റ്റേജും ക്ലിയർ ആണോ? യെസ്. The concept of stage of growth provide a meaningful perspective from which to view organization conduct. നമ്മൾ ഇതെല്ലാം ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടത്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കും, അതായത് എല്ലാവരും വ്യക്തികളാണ്, എല്ലാ വ്യക്തികളും ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. ഇത്തരം പേഴ്സണാലിറ്റിയിലൂടെയാണ് ഓരോരുത്തരും വരുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത്. ഓക്കെ, experienced managers become aware of the stages that their employees often grow through. They learn
how to deal with these stages to promote maximum growth for the individual and for the organization. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ്, പ്രധാനമായിട്ടും നല്ല ഒരുപാട് വർഷം ജോലി ചെയ്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അവർക്ക് തന്റെ ഓഫീസിൽ വരുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ തന്റെ സ്റ്റാഫുകളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അവർ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അവർ വ്യത്യസ്ത പേഴ്സൺ ആണ്, വ്യത്യസ്ത ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള എല്ലാ വ്യക്തികളെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ആർക്ക് അവയർനെസ് ഉണ്ടായിരിക്കും? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സിന്. ഓക്കെ, അതായത് എന്താണ് പരിചയസമ്പന്നരായിട്ടുള്ള മാനേജർമാർക്ക് എന്താണ് അവരുടെ ജീവനക്കാർ കടന്നു പോകുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണ്, എന്താണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കും. ആ ഒരു ധാരണ വെച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാക്സിമം ഇൻഡിവിജ്വൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ്ഡ് മാനേജേഴ്സിന് മാത്രമാണ് കേട്ടോ. ഒരുപാട് വർഷം കമ്പനി വർക്ക് ചെയ്ത് പല ആളുകളുമായി ഇടപെട്ടവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഘട്ടങ്ങളെ കുറിച്ചും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ടും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഈ ഘട്ടങ്ങളിൽ കൂടി കടന്നു വരുന്ന ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് സ്റ്റേജസ് ആൻഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ട്രേറ്റ്സ്, ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സവിശേഷതയാണ് അല്ലെ? ട്രേറ്റ്സ് പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Okay. Trait approaches to personality formation as based on psychology. According to some traits theories, all people share common traits like social, political, religious, and aesthetic preferences, but each individual's disposition differ from all others. ട്രേറ്റ്സ് എന്ന് പറയുന്നത് ട്രേറ്റ് തിയറികളുണ്ട്. നമ്മളുടെ ഓരോ വ്യക്തിത്വ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് സൈക്കോളജിസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ വ്യക്തിത്വത്തിന് പല സ്വഭാവങ്ങളുണ്ട്, പല രീതിയിലാണ് നമ്മള് സാധാരണ ഒരു മെഷീൻസിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലെയല്ല മനുഷ്യനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ പല സവിശേഷതകൾ കൂടിച്ചേർന്ന്, നമ്മളിപ്പോ പറഞ്ഞില്ലേ പല ഇമോഷൻസ് ഉണ്ടെന്ന്, നമുക്ക് ഈ പല ഇമോഷൻസ് കൂടിച്ചേർന്ന ഒരു വ്യക്തിയാണ് ആര്? ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ട്രേറ്റ് അപ്രോച്ച് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Trait approaches to personality formation are also based on psychology. ഒരു സൈക്കോളജിക്കൽ ബേസ്ഡ് കോൺസെപ്റ്റ് ആണ് അല്ലെ? ഒരു അപ്രോച്ച് ആണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സം ട്രേറ്റ് തിയറീസ്, ഇനി നമ്മള് ഒരുപാട് തിയറീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തിയറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും എന്താണ് പൊതുവായ കുറച്ച് സവിശേഷതകളുണ്ട് അല്ലെ? നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് സവിശേഷതയുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് എസ്തെറ്റിക് പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലവർക്ക് എന്താണ് ഒരേപോലെ സൊസൈറ്റിനെ നോക്കി കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങൾ ഒരേപോലെ കാണുന്നവരുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരേ വീക്ഷണത്തിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ റിലീജിയസ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എന്താണ് എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും മിക്കവരും. മാക്സിമം ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ ഒരു താല്പര്യങ്ങൾ സൊസൈറ്റിയിലായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫീൽഡിനോടൊക്കെ ഏകദേശം ഒരേ താല്പര്യങ്ങൾ ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? എസ്തെറ്റിക് പ്രിഫറൻസസ്. എസ്തെറ്റിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സൗന്ദര്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? ബ്യൂട്ടി കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഈ കോമൺ ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ, പൊതുവായ കുറെ സവിശേഷതകൾ നമുക്ക് ഉണ്ടെങ്കിലും എല്ലാവരും എന്താണ്? ബട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഡിസ്പോസിഷൻ ഡിഫർ ഫ്രം ഓൾ അതേഴ്സ്. ഒരേപോലെ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഒരാൾ എന്താണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അല്ലെ? എല്ലാവരിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ്. എല്ലാ സവിശേഷതകളും ചിലത് നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ മറ്റു കാര്യങ്ങളിൽ നിന്നും പലതിൽ നിന്നാണ് നമ്മൾ എല്ലാവരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, യെസ്. ട്രേറ്റ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് ആണത്. എന്താണ് നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു അപ്രോച്ചസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ തിയറിയുടെ പ്രകാരമാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? നമുക്ക് മനുഷ്യനെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സവിശേഷതകളുണ്ട്. പക്ഷെ ഇത്തരം സവിശേഷതകൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കേട്ടോ. യെസ്,
അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഡിറ്റർമിനൻസ്, സ്റ്റേറ്റസ് ആൻഡ് ട്രെയ്റ്റ്സ്, ട്രെയ്റ്റ് തിയറീസ്. ഓക്കെ, മനസ്സിലായോ അത്? Personality factors in organization. Next one, personality factors in organization. ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? Some of the important personality factors that decide what kind of behaviors are demonstrated at work include the following. നമ്മള് എന്താണ് important personality factors that decide what kind of behavior are demonstrated at work include the following. നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ കാണിക്കേണ്ട പേഴ്സൺസ് ബിഹേവിയർ എന്തൊക്കെയാണ്, എങ്ങനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് പീരീഡിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. നീഡ് പാറ്റേൺ, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും അല്ലെ. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാറ്റേൺ, ഒരു സ്ട്രക്ചറിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലോക്കസ് ഓഫ് കൺട്രോൾ, അതായത് എന്താണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? ഒരു നിയന്ത്രണ സ്ഥാനം ഉണ്ടായിരിക്കും, നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ അറിയാലോ. ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിപ്പെൻഡന്റ് ആണ്. നമുക്കറിയാലോ 2 ടൈപ്സ് പേഴ്സണാലിറ്റി ഉണ്ട്. ഇൻട്രോവേർട്സുകൾ ഉണ്ട്, എക്സ്ട്രോവേർട്ടുകൾ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും കേട്ടോ. Then tolerance of ambiguity, tolerance and ambiguity, self-esteem and self-concept, authoritarianism and dogmatism, risk propensity, machiavellism, type A and B personalities, work ethic orientation. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഇൻ ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനിലെ പേഴ്സൺസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് നീഡ് പാറ്റേൺ ആണ്. നീഡ് പാറ്റേൺ നോക്കാം. ഇതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. നീഡ് പാറ്റേൺ. സ്റ്റിയേഴ്സ് ആൻഡ് ക്രോൺസ്റ്റൈൻ developed 1976 developed a scale for the 4 individuality needs that express themselves in the work settings. സ്റ്റിയേഴ്സ് ആൻഡ് ക്രോൺസ്റ്റൈൻ എന്ന 2 പേരാണ് ഈ ഒരു 4 സ്റ്റേജ്. അതിൽ നീഡ് പാറ്റേൺ, ഓർഗനൈസേഷൻ ഒരു പാറ്റേൺ വേണമെന്നൊരു ആശയം അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് വ്യക്തിത്വത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിൽ വികസിപ്പിച്ചെടുത്തത് ആരാണ്? സ്റ്റീവ്സ് ആൻഡ് ക്രോൺസ്റ്റൈൻ ആണ്. 1976 അവരൊരു സ്കെയിൽ വികസിപ്പിച്ചെടുത്തത്. സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പാറ്റേൺസ് ആണ് കേട്ടോ. കുറെ രൂപരേഖകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ആ സ്കെയില് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു വർക്ക് സെറ്റിംഗ്സിൽ എന്തൊക്കെ ആവശ്യകതകളും ഓരോ വ്യക്തികൾക്ക് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നീഡ് പാറ്റേൺസിൽ ഈ 2 വ്യക്തിത്വങ്ങളും ഒരു സ്കെയില് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അത് എന്തൊക്കെയാണ് ആ സ്കെയിലിൽ ഉൾപ്പെടുന്നത്? there are needs of achievement, affiliation, autonomy and dominance. ഇതൊക്കെയാണ് needs for achievement, affiliation, autonomy and dominance. needs for achievement, affiliation എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടങ്ങൾ അല്ലെ, നേട്ടങ്ങള്. autonomy means സ്വയം ഭരണം, then dominance means ആധിപത്യം. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പാറ്റേണിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് അവർക്കൊരു നേട്ടം ഉണ്ടാവണം. ദെൻ അവിടെ അത്യാവശ്യം രീതിയിൽ നമുക്കൊരു സ്വയം ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ദെൻ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും എന്താണ് അവിടെ ഒരു ആധിപത്യം ഉണ്ടായിരിക്കണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു വില വേണ്ടേ? നമുക്ക് എന്തെങ്കിലും നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു നില അല്ലെങ്കിൽ ഒരു ആധിപത്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആ രീതിയിലാണ് 3 സ്കെയിലുകളായിട്ട് ഇവരിതിനെ വേർതിരിച്ചിരിക്കുന്നത് ഈ പാറ്റേൺസിന്. പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്തേ. needs for achievement, affiliation, autonomy and dominance. ഈ 3 ആവശ്യകതകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കെയിൽ തയ്യാറാക്കിയിരിക്കുന്നത്.
Those who are high in accomplishment engage themselves proactively in work behavior in order to feel proud about their achievement and success. പറയുന്നത് എന്താണ്? ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാവുന്നവരെ അവരുടെ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനിക്കപ്പെടുന്നു അല്ലെ. നമുക്കിപ്പോ നല്ല അച്ചീവ്മെന്റ്സ് സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ പ്രൗഡാണ്. ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവരുടെ വർക്കിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തുകൊണ്ട് ആ അച്ചീവ്മെന്റ്സിൽ അവർക്ക് കിട്ടിയ നേട്ടത്തിൽ അവരെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തരം കാറ്റഗറീസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, those high in need for affiliation like to work cooperatively with other. ഇനി നേട്ടങ്ങൾ ആവശ്യമുള്ള ആൾക്കാരെ, അതായത് തന്റെ ജോലിയിൽ തനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ആവശ്യമുള്ളവർ എന്താണ്, മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. തന്റെ ജോലിയിൽ തനിക്ക് നേട്ടം ഉണ്ടാവണം, അഫിലിയേഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്താണ്, മറ്റുള്ളവരുമായിട്ട് കോർപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കും. ഇനി മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, those high in their need for dominance are very effective while operating in environments where they can actively enforce their official authority. പിന്നെന്താണ് പറയുന്നത്, ഇനി നമുക്ക് ആധിപത്യമാണ് നേടിയെടുക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്? ഇനി ഡോമിനൻസ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനില്? കൂടുതൽ ഔദ്യോഗിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും അല്ലെ. കൂടുതലായിട്ട് ഔദ്യോഗിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് എന്താണ് അവിടെ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒഫീഷ്യൽ അതോറിറ്റിയുമായിട്ട് കൂടുതൽ ഇടപെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഈ 3 സ്കെയിലും 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്? അവർക്ക് നേട്ടം ഉണ്ടാവാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, അഫിലിയേഷൻ കിട്ടാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോണമി എന്താണ്, അവർക്ക് അവിടെ കോപ്പറേറ്റീവ് വർക്ക് അല്ലെങ്കിൽ എന്താണ്, അവർക്ക് അവിടെ നല്ല രീതിയിൽ സ്വയം പരിശോധന അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഡോമിനൻസ്, ആധിപത്യം ആഗ്രഹിക്കുന്നവര്. അവരെന്താ ആഗ്രഹിക്കുന്നു, കൂടുതൽ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ഇടപെടുന്നത്, ഡോമിനൻസ് കിട്ടാനുള്ള ആധിപത്യം പ്രാപിക്കാനായിട്ട് കിട്ടുന്ന ആൾക്കാരെ എങ്ങനെയുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത്, ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടും അല്ലെ. കൂടുതലായിട്ടും അവര് ഒഫീഷ്യൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ആ സ്കെയിൽ വരുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങളിൽ എന്താണ്, ഓരോ പേഴ്സണും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? നീഡ് പാറ്റേൺസ് മനസ്സിലായോ? നീഡ് പാറ്റേണില് 3 സ്കെയില് 4 സ്കെയില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നീഡ്സ് അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, ഓട്ടോണമി ആൻഡ് ഡോമിനൻസ്. ഓക്കെ, യെസ്. നിങ്ങൾ പേര് മാത്രം നോക്കി ചെയ്താൽ മതി കേട്ടോ, പേര് മാത്രം നോട്ട് ചെയ്താൽ മതി. സ്റ്റിയേഴ്സ് ആൻഡ് റോൺസ് 1976 എന്ന് നോട്ട് ചെയ്യണം. ആ 4 സ്കെയിലിന്റെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യാം, ഇത്രയും മതി. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഇനി ഇവിടെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോക്കസ് ഓഫ് കൺട്രോൾ ഇനി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ 2ാമത്തെ ഫാക്ടർ ആണ് കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ 2ാമത്തെ ഫാക്ടർ ആണ് എന്ത്? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ഈ ഒരു വാക്ക്? ടീച്ചർ നിങ്ങൾക്ക് ഇവിടെ കുറെ രീതിയിൽ എക്സാമ്പിൾ ഒക്കെ കൊടുത്ത് തന്നിട്ടുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്തു, ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ. ലോക്കസ് ഓഫ് കൺട്രോൾ ഇസ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ഹിസ് ഓർ ഹെർ ബിഹേവിയർ ഹാസ് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ദ റിപ്രക്കഷൻസ് ഓഫ് ദാറ്റ് ബിഹേവിയർ. റിപ്രക്കഷൻസ് ആണ് പ്രത്യാഘാതങ്ങൾ. Some people, for example, believe that if they work hard, they are certain to succeed. They firmly believe that each individual is in control of his or her life
They are said to have an internal locus of control. By contrast, some people think that what happens to them is a result of fate, chance, luck or behavior of other people rather than lack of skills or poor performance. Because these individuals think that forces beyond their control dictate what happens to them, they are said to have an external locus of control. മനസ്സിലായില്ല അല്ലെ? ഇതിൽ മനസ്സിലായോ? പറഞ്ഞുതരുമോ മനസ്സിലാവും എന്താണെന്ന്? വായിച്ചിട്ട് എന്തെങ്കിലും പിടികിട്ടിയോ? അതായത് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിന്റെ സ്ഥാനം എന്നാണ് അതിനെ പറയുന്നത്. നിയന്ത്രണത്തിന്റെ സ്ഥാനം. അതായത് ശ്രദ്ധിക്കാം, ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ സംഭവങ്ങളുടെ നിയന്ത്രണം എവിടെയാണെന്ന് വിശ്വസിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആശയമാണ് എന്ത്? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും എന്താണ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ സംഭവങ്ങളുടെ നിയന്ത്രണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും നടക്കാറുണ്ട് അല്ലെ? ഇതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും, ഒരു കൃത്യമായ ഒരു നിയന്ത്രണം. എക്സ്റ്റേണൽ ആയിട്ടോ ഇന്റേണൽ ആയിട്ടോ ഒരു കൺട്രോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സംഭവങ്ങളുടെ നിയന്ത്രണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ രണ്ട് തരം ലോക്കസ് കൺട്രോൾ ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. അതിൽ എക്സ്റ്റേണലിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് ഒരു പരീക്ഷയിൽ തോറ്റാല്, ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതിയാൽ തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഞാൻ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് തോറ്റുപോയതെന്ന് നമ്മൾ വിശ്വസിക്കും അല്ലെ? ഞാൻ നന്നായി പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റുപോയെന്ന് വിശ്വസിക്കും. അതാണ് എന്ത്? ആന്തരിക പ്രതികരണം അല്ലെങ്കിൽ ആന്തരിക നിയന്ത്രണം അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോറി, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി വേറെ ഈ സെയിം സാധനം നമ്മൾ പിന്നെയും പറയും. എന്താണ് ഇങ്ങനെ പറയും നമ്മള്? ഞാൻ പഠിച്ചിട്ടും എന്താണ് ചോദ്യ പേപ്പർ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? പരീക്ഷ തോക്കാൻ കാരണം എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ പരീക്ഷ പേപ്പർ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? അതായത് നമ്മളുടെ സെൽഫിൽ തന്നെ നമ്മൾ അത് നിയന്ത്രിക്കുകയാണ്. ആദ്യം എന്ത് പറഞ്ഞു? മറ്റതെന്താണ്? ആന്തരിക നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷ തോറ്റാലെ, അതായത് ഞാൻ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. ഇനി അതേപോലെ തന്നെ ബാഹ്യ പ്രതികരണത്തിൽ നമ്മൾ എന്ത് പറയും? എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോളിൽ നമ്മൾ എന്താണ് പറയുന്നത്? പരീക്ഷേനെയാണ് കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കുറ്റം പറയുന്നത്, പഠിപ്പിച്ച ടീച്ചറിനെ കുറ്റം പറയും ഇല്ലേ? പറയാറില്ലേ? യെസ്, അതാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോൽവിക്ക് കാരണം, ചിലവര് പറയും നമ്മുടെ തോൽവിക്ക് കാരണം നമ്മൾ തന്നെയാണെന്ന് വിശ്വസിക്കും. ഞാൻ എന്ത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടായത്. ഓക്കെ, പക്ഷെ ചിലവരെന്താണ്, ചില ആൾക്കാർ എക്സ്റ്റേണൽ ലോക്കസ് കൺട്രോൾ ആൾക്കാർ എന്താണ്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടും എന്താണ് എനിക്ക് എന്ത് കിട്ടിയില്ല? അവിടുത്തെ കാര്യം മോശമായതുകൊണ്ട്, നമ്മളെ പറയില്ല, അവിടുത്തെ കാര്യങ്ങൾ മോശമായതുകൊണ്ടാണ് എനിക്കത് എത്തിക്ക് വിടാൻ പറ്റാത്തത്, അല്ലാതെ എന്റെ തെറ്റല്ല. ചിലവരെന്ത് വിശ്വസിക്കും? ഞാൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ. ഇതൊരു പേഴ്സണാലിറ്റിയുമായി ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ സ്വഭാവത്തിന് നമ്മൾ രണ്ട് രീതിയിൽ നിയന്ത്രിക്കാറുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റ്റേണൽ ലോക്കസ് കൺട്രോളും കൊടുക്കാറുണ്ട്, ഇന്റേണൽ ലോക്കസ് കൺട്രോളും കൊടുക്കാറുണ്ട്. എക്സ്റ്റേണൽ ലോക്കസ് കൺട്രോൾ എന്ന് പറയുന്നതാണ് എന്ത്? സോറി, ഇന്റേണൽ ലോക്കസ് കൺട്രോൾ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മൾ വിശ്വസിക്കും നമ്മുടെ തെറ്റ് മൂലമാണ് അത് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തത് കൊണ്ടാണ് ആ ഒരു പ്രത്യാഘാതങ്ങൾ എനിക്ക് ഉണ്ടായതെന്നാണ് ഇന്റേണൽ ലോക്കസ് കൺട്രോളിൽ നമ്മൾ പറയുന്നത്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ എന്തിനായിരിക്കും കുറ്റം പറയുന്നത്? നമ്മുടെ ലക്കിനെ പറയും അല്ലെ? എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മോശമായിരുന്നു, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കാറില്ലേ? രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? യെസ്, ഇത് എല്ലാം ഒരു വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് തന്നെ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലും ഇതേ ബിഹേവിയർ തന്നെ കാണിക്കും. അതായത് ഉയർന്ന രീതിയിൽ ലോക്കസ് കൺട്രോൾ കോൺസെപ്റ്റ് ഉള്ളവർ എന്താണ്? അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് വിജയം കിട്ടിയതെന്ന് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ലോക്കസ് കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരെ എന്ത് പറയും? എനിക്കിതില് എന്താണ് ബാഡ് ലക്ക് കൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ. രണ്ട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓരോ വ്യക്തിയിൽ തന്നെ ഈ രണ്ട് തരം വികാരങ്ങൾ കടന്നു പോകുന്നുണ്ട്, രണ്ട് തരം ആസ്പെക്ട്സുകൾ കടന്നു പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ, നിയന്ത്രണത്തിന്റെ സ്ഥാനം. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്?
ഇത് ഇങ്ങനെ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്ലിയർ ആണോ? ഇതിൽ എന്താണ് നിയന്ത്രണമായ കൺട്രോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ടീച്ചർ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പൊ പരീക്ഷയിൽ തോറ്റാൽ ഞാൻ നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റത്, അതാണ് ആ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ ആന്തരികമായിട്ട് ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ് ബാഹ്യ എക്സ്റ്റേണൽ കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, എത്രയും പരീക്ഷയിൽ തോറ്റത് ചോദ്യ പേപ്പർ ഹാർഡായത് കൊണ്ടാണ്. അവിടെയൊക്കെ കണ്ട അവർ നിയന്ത്രണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതങ്ങനെ അത് നമ്മളിൽ ഏൽപ്പിക്കാതെ മറ്റുള്ളതിലേക്ക് ഏൽപ്പിക്കുകയാണ് നമ്മൾ. അതാണ് അവിടെ ഒരു നിയന്ത്രണം കൊടുക്കുക എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ബിഹേവിയേഴ്സ് കാണിക്കും. അതായത് ഇത്ര വർക്ക് ചെയ്ത് ഇത്ര വർക്ക് പ്രഷറൊക്കെ എടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്റെ ബാഡ് ലക്ക് കൊണ്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ എനിക്ക് കിട്ടാഞ്ഞത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് ടൈപ്സ് ഓഫ് കൺട്രോളുള്ള ആൾക്കാരാണ് എല്ലാ പേഴ്സൺസിലുള്ളത്. എല്ലാം മിക്കവരിലും ഇതുണ്ടാവും. നമ്മളിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഈ സിറ്റുവേഷൻസിലൊക്കെ അല്ലെ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വ്യക്തിത്വങ്ങളിലുള്ള സ്വഭാവ സവിശേഷതകളിൽ പെടുന്ന ഒരു ഫാക്ടറാണിത്. യെസ്, പിടിച്ചത് ചുരുക്കിയാണ് പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്. അപ്പം ആദ്യത്തെ സെക്കൻഡ് വൺ, ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ നീഡ് പാറ്റേൺ, സെക്കൻഡ് വൺ ലോക്കസ് ഓഫ് കൺട്രോൾ, ദെൻ തേർഡ് വൺ വരുന്നത് എന്താണ്, ഇൻട്രോവേർഷൻ ആണ് എക്സ്ട്രോവേർഷൻ. ഇൻട്രോവേർഷൻ ആണ് എക്സ്ട്രോവേർഷൻ. Introversion is the tendency in individual which directs them to turn inward and experience and process feeling, thoughts and ideas with themselves. എന്താണ് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. നമ്മൾ പറയാറ് അവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ഇൻട്രോവേർട്ട് എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യാറ് അല്ലെ? ഇൻട്രോവേർട്ടുകൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇൻട്രോവേർട്ടുകൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുന്നത്? എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഇൻട്രോവേർട്ടുകളോടാണ് ഞാൻ ചോദിക്കണത്, അങ്ങനെ നിങ്ങൾ പറയൂല അല്ലെ? യെസ്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും അധികം സംസാരിക്കാറില്ല, നെവർ മൈൻഡഡ് ആണ്. അല്ലെങ്കിൽ ബുജി എന്നൊക്കെ വിളിക്കും അല്ലെ? യെസ്, സൊസൈറ്റി ഇന്ററാക്ഷൻസ് കുറവുള്ളവരായിരിക്കും, അധികം ഇന്ററാക്ട് ചെയ്യില്ല. പറഞ്ഞ ശരിയല്ലേ? ഇപ്പൊ എക്സ്ട്രോവേർട്ടുകൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ചുപേര് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റിപ്ലൈ പോകുന്നത്. അല്ലാത്തവർക്ക് ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇവിടെ പേര് പറയാനുള്ളവരോട് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ മിണ്ടേണ്ട കാര്യമില്ല അല്ലെ? എന്താ പറയുന്നത് കേട്ടോ? ഓക്കെ, കുറച്ച് ദിവസം കൂടെ അല്ലേ പറയുള്ളൂ. ഏകദേശം 3-ാം തീയതിക്കുള്ളിൽ നമ്മളെ പരിപാടി കഴിയും അല്ലെ? യെസ്, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇൻട്രോവേർട്ട്സ് എക്സ്ട്രോവേർട്ട് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് മനുഷ്യരിലെ വ്യക്തിത്വങ്ങളിൽ രണ്ട് ടെൻഡൻസിയിലുള്ളതാണ് എന്താ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇതെങ്ങനെയായിരിക്കും വരുന്നത്? എക്സ്ട്രോവേർട്സിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണ് ഞാൻ പറയാം, കാരണം ഞാൻ എല്ലാവരോടും സംസാരിക്കും. പരിചയമില്ലെങ്കിലും പരിചയമില്ലാത്തവരോടാണെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു ഇന്ററാക്ഷൻസ് കൂടുതലാണ്. ആക്റ്റീവ് എന്നല്ലോ, ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ്? ആവശ്യത്തിന് മാത്രം. ആംബിവേർട്ടിസം ഉണ്ടല്ലോ. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. Extroversion, on the other hand, refers to the propensity in individuals to turn outward of themselves, searching for external stimuli with which they can interact. While there are some elements of introversion as well as extroversion in all of us, people tend to be dominant as either extroverts or introverts. നമുക്ക് വേറെ ഒന്നും ഇത്രയും കാര്യം
ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരാ പറയുന്നതാണ്. എക്സ്ട്രോവേർട്സ് നിന്ന് സോഷ്യബിളി ലിങ്കുകളാണ്. സോഷ്യലായിട്ട് അത് സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടുതലാണ്, ആക്റ്റീവ് ആണ്, അവർക്ക് എല്ലാ വികാരങ്ങളും ഒരേപോലെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാറ്റഗറീസ് ആണ് എക്സ്ട്രോവേർഷൻസ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് എന്താണ് ബാഹ്യ പരിസ്ഥിതിയിലും ഇന്ത്യയുടെ ആന്തരിക പരിസ്ഥിതിയിലും എന്താണ് ഒരേ ഭാവങ്ങളായിരിക്കും, ഒരേ ഇന്ററാക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇന്ററാക്ഷൻസിന് അല്ലെ, അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിനാണ് എക്സ്ട്രോവേർട്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ സച്ച് ഇൻഡിവിജ്വൽസ് ആർ ലൈക്ലി ടു ബി മോർ സക്സസ്ഫുൾ വർക്കിംഗ് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിസിറ്റി ഓഫീസ്, പേഴ്സണൽ റിലേഷൻ യൂണിയൻ ആൻഡ് സോ ഓൺ. നമ്മൾ കണ്ടിട്ടില്ലേ ചിലവർക്ക് മാത്രമേ ചില ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു കടയാണെങ്കിൽ കമ്പനി ആണെങ്കിൽ എന്താണ് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവർ ആ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ അവിടെ നിൽക്കുന്ന സെയിൽസിൽ നിൽക്കുന്ന ആളെന്താണ് മീറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ, ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മളിപ്പോ ഇന്റർവ്യൂ പർപ്പസിൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇയാളെ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് നമുക്ക് ഇന്റർവ്യൂസിന്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ളവരെ മാത്രമായിരിക്കും അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇനി പബ്ലിസിറ്റി ഓഫീസിൽ, ഇപ്പൊ പബ്ലിസിറ്റി ഓഫീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് വേണ്ട സിറ്റുവേഷൻസ് ആണ് അല്ലെ. പബ്ലിക്കിനോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ റിലേഷൻ യൂണിറ്റ്, PRO അല്ലെ, നമ്മൾ പഠിച്ച PRO അല്ലെ. അതിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആരെയാണ്, ഓഡിയൻസിനെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം. യെസ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് എക്സ്ട്രോവേർട്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഉള്ളവരാണ് ആര് ഇത്തരം ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്നത്. ഇനി where they can interact face to face with others. അപ്പൊ എക്സ്ട്രോവേർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഒരു പേടിയില്ല, ഒരു നിബന്ധനകളില്ല. കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഇപ്പോൾ അവരെന്താണ് അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അത് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക്. പക്ഷെ നേരെ മറിച്ചാണ് ഇൻട്രോവേർട്സ്. Quiet, reflective, introspective and intellectual people preferring to interact with a small intimate circle of friends. Introverts എന്ന് പറയുന്നത് അവർക്ക് വളരെ ക്വൈറ്റ് ആയിരിക്കും, വളരെ സൈലന്റ് ആയിരിക്കും. അവർ മീൻസ് അവരുടെ സർക്കിളിൽ മാത്രം, ഇപ്പൊ 1-2 പേര് മാത്രം അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. അവരോട് മിണ്ടുന്നത് എങ്ങനെയായിരിക്കും, വളരെ കുറച്ച് ആവശ്യത്തിനുള്ള സംസാരം മാത്രം. പെട്ടെന്ന് റിഫ്ലക്റ്റീവ് ചെയ്യുന്നവരായിരിക്കും, ഇൻട്രോസെപ്റ്റീവ് ആയിരിക്കും. ഇൻട്രോസെപ്റ്റീവ് എന്ന് പറയുന്നത് അവർ ഇൻട്രോസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് വിത്തിൻ വൺ സെൽഫ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മള് അവനവനിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ്. ഈ മറ്റുള്ളവരിലേക്ക് ഇറങ്ങാതെ അവനവനായിട്ട് കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നത് ഇന്റലക്ച്വൽ പീപ്പിൾ ആയിരിക്കും. അത്യാവശ്യം നമ്മൾ ഈ കുജികൾ എന്നൊക്കെ പറയില്ലേ, കുജി എന്താണ് ബുദ്ധിജീവി അല്ലെ. അങ്ങനെ ഇന്റലക്ച്വലി കുറച്ച് ഏബിൾ ആയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഒരു സ്മോൾ സർക്കിൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രമേ അവർ സംസാരിക്കുന്നു. അത്തരം കാറ്റഗറി പേഴ്സണാലിറ്റികൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അവർ ഏത് ഫീൽഡിലായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇൻട്രോവേർട്സ് ആർ മോർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ വെൻ ദേ ക്യാൻ വർക്ക് ഓൺ ഹൈലി അബ്സ്ട്രാക്ട് ഐഡിയാസ്. അതായത് കുറച്ചുകൂടി സച്ചാസ് R&D വർക്ക് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അത്യാവശ്യം ഇന്റലക്ച്വലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് റിസർച്ച് വർക്കിൽ അങ്ങനെയുള്ള വർക്ക്സിൽ അല്ലെങ്കിൽ ഇന്റലക്ച്വലി ഏബിൾ ആയിട്ടുള്ള വർക്കിൽ മാത്രമായിരിക്കുള്ളൂ. ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കണ്ടെത്തുന്ന രീതിയിലുള്ള പ്രോസസ്സുകളിൽ മാത്രമായിരിക്കും അവർ ഏർപ്പെടുന്നത്. അല്ലാതെ അവരെ കൊണ്ടുവന്ന് നമ്മള് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലോ PROയിലൊക്കെ കൊണ്ടുവന്നിട്ടാൽ എന്താണ് ഒരു കാര്യവും നടക്കില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അവരുടെ പേഴ്സണാലിറ്റി രൂപീകരിച്ചിരിക്കുന്നത് എന്താണ് ഈ ടൈപ്പ് ഓഫ് ബിഹേവിയറിലാണ്. അതങ്ങനെയാണ്, മനുഷ്യ സഹജമാണ് ഈ 2 ടൈപ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, since managers have to constantly interact with individuals both within and outside the organization and influence people to achieve the organization goals, it is believed that extroverts are likely to be more successful as managers. അപ്പോ നമ്മൾ നേരത്തെ നമ്മൾ പരിചയ സംബന്ധമായിട്ടുള്ള എല്ലാ മാനേജേഴ്സിനും എന്താണ് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നതാണ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ സക്സസ് ആവുന്നത്. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണോ സക്സസ് ആവുന്നത്? അല്ല അല്ലെ. പക്ഷെ സക്സസ് ആവാൻ സാധ്യത കൂടുതലാണ് അല്ലെ. മോർ സക്സസ്ഫുൾ ആവാനായിട്ട് അവരുടെ വിചാരം എന്ന് പറയുന്നത് എന്താണ്
ഓർഗനൈസേഷന്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇത്രയും ആൾക്കാരായിരിക്കും സക്സസ് ആവാനായിട്ട്, കാരണം ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അത് മാത്രമല്ല, എന്താണ്, രണ്ട് രീതിയിൽ നമുക്ക് സക്സസ് പറയാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ എക്സ്ട്രോവേർട്ടിനും ഇൻട്രോവേർട്ടിനും ഒരേപോലെ സക്സസ് സംഭവിക്കാം അല്ലെ. ഇവർക്ക് മാത്രം ഉണ്ടാവും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ ഇവർക്ക് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെ. ആൾക്കാരെ ഹലോ അക്ഷയ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അക്ഷയ് കുമാർ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോ? ശരി, വെരി ഗുഡ് സുലക്ഷ്മി. ഇൻട്രോവേർട്സിനാണ് നമ്മളെ ഹോം അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ചെയ്തോളൂ അല്ലെ. വലിയ ശല്യം ഒന്നും ഇല്ലാതെ അവിടെ ചെയ്തു തീർക്കും. പക്ഷെ അവരും സക്സസ്ഫുൾ ആവുന്നുണ്ട്, ഇവരും സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പീപ്പിൾസിന് അല്ലെങ്കിൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആർക്കായിരിക്കുള്ളൂ? ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇൻട്രോവേർട്സിനാണോ എക്സ്ട്രോവേർട്സിനായിരിക്കോ? ആർക്കായിരിക്കും സാധിക്കാൻ പറ്റുന്നത്? യെസ്, എക്സ്ട്രോവേർട്സുകൾക്കാണ്. അപ്പൊ മാനേജേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ്, അവരുടെ ഒരു തോട്ട് അനുസരിച്ചിട്ട് അവരുടെ വിചാരം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രോവേർട്സുകളാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ഓർഗനൈസേഷനിൽ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇൻട്രോവേർട്ട് ഉണ്ട്, എക്സ്ട്രോവേർഷൻസ് ഉണ്ട്. യെസ്, ഇതിലൂടെ കടന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്, ബിഹേവിയർ പാറ്റേൺസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പാറ്റേൺസിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും എന്താണ്, വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവില്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്നവര്, അതോ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആണോ? എന്താണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സ്വഭാവം? എന്താ പെട്ടെന്ന് ദേഷ്യം കയറും അല്ലെ. എന്തിനും ഏതിനും ദേഷ്യം കയറുന്നവരുണ്ട്, പ്രത്യേക സാഹചര്യത്തിൽ ദേഷ്യം കയറുന്നവരുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങള്? പെട്ടെന്ന് കയറുന്നതാണോ ഇടക്കിടക്ക് കയറുന്നതാണോ? പെട്ടെന്ന് കയറും അല്ലെ, ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഓക്കെ, യെസ്. എത്ര പേര് പെട്ടെന്ന് ഹാപ്പിനെസ് കണ്ടെത്താറുണ്ട്? പെട്ടെന്ന് സന്തോഷിക്കുന്ന ആരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കാറില്ലേ? ഒരു പൂ വിരിയുന്നതാണ്ട സന്തോഷം തോന്നാറുണ്ടോ? ഓക്കെ, ഒരു ചെടി നട്ട് പൂ വിരിയിപ്പിക്കാനുള്ള സന്തോഷമുണ്ടോ? ചെടി നട്ടിട്ട് പൂ വിരിയിപ്പിക്കാനായിട്ട്? ഓക്കെ, കുറച്ച് പണിയുണ്ടല്ലോ അത്, കുറച്ച് പണിയാണ്. ചാപ്റ്റർ തീരുമ്പോ ഏകദേശം ഒരുപാട് പേഴ്സണലുമായ ഒരു ബിഹേവിയേഴ്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിൽ പഠിച്ചു പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈപ്പ് എ ആൻഡ് ബി പേഴ്സണാലിറ്റീസ്. നമുക്ക് രണ്ട് പേഴ്സണാലിറ്റീസ് വേറെയും വരുന്നുണ്ട്, എ ആൻഡ് ബി. എ ആൻഡ് ബി എന്തൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ എടുത്ത് എത്ര ഒന്ന് വായിക്കണേ. താങ്ക് യു. താങ്ക് യു മാം. അത് മ്യൂട്ട് ആയിരുന്നില്ലല്ലേ മൈക്ക്? അല്ല. അതാണ് അക്ഷയ് എന്തോ പറഞ്ഞപ്പോ കേട്ടത്. നിങ്ങൾ കേട്ടില്ല? എന്തോ പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു. എന്തായി, ഓണമൊക്കെ എത്താറായോ? ഇവിടെ വരെ ആയി. കുട്ടിയുടെ പരീക്ഷ കഴിയുമ്പോ ഓണം. ഓണം വന്നോണ്ടിരിക്കുന്നു അല്ലെ. ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങിയ നിങ്ങള്? ഡ്രസ്സൊക്കെ എടുത്താ ഓണക്കോടി? എക്സാം അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത ആഴ്ചയോടുകൂടി ക്ലാസ് ചെയ്യൂലേ? ഈ ചാപ്റ്റർ കൂടെ അല്ലേ ഉള്ളത് നിങ്ങക്ക്? മാം ആദ്യം മോഡൽ ഉണ്ടാവില്ലേ, എന്നിട്ടല്ലേ എക്സാം? മോഡൽ സ്റ്റഡി ലീവ് വരും കേട്ടോ. സ്റ്റഡി ലീവ് ഉണ്ടാവായിരിക്കും. 2 ദിവസം 3 ദിവസം ഒക്കെ ഉണ്ടാവും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.